പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് 3ഉം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 3 എണ്ണം പഴം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം തന്നെ ഒന്ന് മാഷ് ചെയ്യുന്നുണ്ട്. പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിക്കാം. വട്ടത്തിലൊന്ന് പരത്തി കൊടുക്കാം. അപ്പുറത്തെ സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടൊന്ന് വേവിക്കാം. ഭയങ്കരമായിട്ട് മൊരിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായാൽ മതി. ഈ സൈഡിലേക്കും കൂടി കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും ഉണക്കമുന്തിരിയും കൊണ്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല മധുരമുണ്ട്. ആ പഴത്തിൻ്റെയും പിന്നെ ഉണക്കമുന്തിരിയുടെയും മധുരം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ടോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിയാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാല് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡും ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് ഈ പഴത്തിലൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് ഈ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം. ഇതേപോലെ തന്നെ മറ്റേ ബ്രെഡും കൂടി ചെയ്യാം. ഒരു മീഡിയം തീയിലിട്ട് ഇതിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ ബനാന ടോസ്റ്റ് കുട്ടികൾക്ക് സെർവ് ചെയ്യുമ്പം ഇത് ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരു 1.5-2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതിലും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബനാന ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി റോബസ്റ്റ് പഴമാണ് എടുത്തേക്കണത്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ ഓട്സ് പൊടിച്ചതാണ്. ഇതിലേക്ക് 1 നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആ മാവ് കുറച്ചൊന്ന് ആക്കി കൊടുക്കാം.
ഇത് ചെറിയ തീയിലിട്ടിട്ട് അപ്പുറം അപ്പുറം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഒന്ന് മറിച്ചിടാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഓട്സ് കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റുമാണിത്. ഓട്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.